പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു പുതിയ സെഷനുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്ത് കഴിഞ്ഞ ഒരു 5-8 വർഷങ്ങളായി ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ട്രഡീഷണലായിട്ട് കുറച്ച് രാജ്യങ്ങളിലും വ്യക്തികളിലും മാത്രം ഒതുങ്ങിയിരുന്ന ബിസിനസ് ശൃംഖല ഇന്ന് ആർക്കും ശരിയായ രീതിയിൽ പഠനം നടത്തിക്കൊണ്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒക്കെ ഏറ്റവും മികച്ച രീതിയിൽ മുന്നേറാൻ പറ്റുന്ന ഒരു വല്ലാത്തൊരു സാഹചര്യം ലോകമെമ്പാടും ഉണ്ടായിട്ടുണ്ട്. ഇതിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ള കാര്യമാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് സക്സസ്ഫുൾ മാൻ ഇൻ ദ വേൾഡ്, ഇതിൽ ജെഫ് ബെസോസ്, ബിൽ ഗേറ്റ്സ്, മാർക്ക് സുക്കർബർഗ് തുടങ്ങിയിട്ടുള്ള നമ്മളറിയുന്ന ഒരുപാട് ആളുകൾ, ഇഷ്ടംപോലെ, ഈ ലിസ്റ്റ് ഇവിടെ അവസാനിക്കില്ല, ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇവരൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളവരായിരുന്നു. അവരുടെ ബിസിനസ് സാമ്രാജ്യത്തിൽ അത് ഉപയോഗപ്പെടുത്തി അത് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റിയതാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും കൂടുതലുള്ള അവസരം. അപ്പോൾ ഇതിലെ ജെഫ് ബെസോസ് നമുക്കറിയാം, ആമസോണുമായി ബന്ധപ്പെട്ട ആളാണ്. അതുപോലെ ബിൽ ഗേറ്റ്സ്, മൈക്രോസോഫ്റ്റിൻ്റെ CEO ആയിട്ടുള്ള, അതുപോലെ മാർക്ക് സുക്കർബർഗ്, ഫേസ്ബുക്ക്, ജാക്ക് മാ, Alibaba.com, ചൈനയിലൊക്കെ ഉണ്ടായിരുന്ന ആലിബാബ ഇപ്പോഴും ഉണ്ട്. ഇന്ത്യയുമായിട്ടും ചെറിയ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇന്ത്യയിൽ അത് മാത്രം കാണില്ലാത്തത്. പക്ഷേ ആലിബാബ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ അതുപോലെ റീറ്റെയിലൊക്കെ ആയിട്ട് ചെയ്യുന്നതാണ് ഇ-കൊമേഴ്സ് ചെയ്യുന്നതാണ് ജാക്ക് മാ. അതുപോലെ ലാറി എലിസൺ, എലോൺ മസ്ക് തുടങ്ങിയിട്ടുള്ള തുടങ്ങിയുള്ള ഒരുപാട് ആളുകൾ, ഇവരൊക്കെ ബിസിനസ്സിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിച്ചിട്ടുള്ള ആളുകളാണ്. ഈ ജെഫ് ബെസോസ് നമുക്കറിയാം, ആമസോണിൻ്റെ നിന്ന് എവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഒരു പുസ്തകശാലയിൽ നിന്ന്, ഒരു ഓൺലൈൻ ഒരു പുസ്തകശാലയിൽ തുടങ്ങി ഇന്ന് മനുഷ്യന് ആവശ്യമുള്ള ഒട്ടുമിക്ക എല്ലാ വസ്തുക്കളും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ ജെഫ് ബെസോസിന് സാധിച്ചു. എന്നാൽ ആമസോണിൽ പുസ്തകങ്ങൾ മാത്രമല്ല, ഇന്നിപ്പോൾ അതും കടന്നു ഇ-കൊമേഴ്സ്, അതുപോലെ ക്ലൗഡ്, അതുപോലെ ഡിജിറ്റൽ സ്ട്രീമിംഗ്, ഏറ്റവും ലേറ്റസ്റ്റുള്ള AI വരെ ഇന്ന് ആമസോൺ, മറ്റെല്ലാ കമ്പനികളും ആമസോണിൻ്റെ ഷെയർ വരുന്നുണ്ട്. ഏറ്റവും വലിയ ഒരു പ്രതീക്ഷയോട് കൂടി വളരുന്ന ഒരു കമ്പനിയായിട്ട് മാറി. അപ്പോൾ ഇവരൊക്കെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ എന്തൊക്കെയാണ് ഇതിലുള്ള കാര്യങ്ങൾ? നമുക്ക് നേരത്തെ കണ്ട ഈ വ്യക്തികളിൽ ഒരുപാട് ആളുകൾക്ക്, ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ ഗുണങ്ങളുള്ള ആളുകളാണ്. പക്ഷേ ഇവരിലൊക്കെ പൊതുവായി കാണുന്ന ചില ഗുണങ്ങളുണ്ട്. ഈ ഗുണങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സക്സസ്ഫുള്ളായിട്ട് മാറാൻ പറ്റും. നമുക്ക് വേണ്ട ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ ക്വാളിറ്റീസാണ് അവരിലുണ്ടായിരുന്ന കാര്യങ്ങളാണ് എന്ന് ഞാനിത് റെഫർ ചെയ്യുന്നൊരു സംഭവം യു ക്യാൻ വിൻ എന്നുള്ള ശിവയുടെ ഒരു പുസ്തകമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള, നമുക്കറിയാം 2 മില്യൺ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള, 10 ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകം, പഴയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ നിന്ന് റെഫർ ചെയ്തുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ഈ പുസ്തകം എല്ലാവരും വായിക്കണം. നമ്മൾ ഓരോരുത്തരും ഈ പുസ്തകം നന്നായിട്ട് വായിക്കണം. ഇതിൽ വളരെ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ സക്സസ് ആയിട്ടുള്ള വിജയത്തിന്, അല്ലെങ്കിൽ ഈ ഒരു വിജയത്തിന് ഉള്ള സ്റ്റെപ്പുകളെ കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇത് പ്രധാനമായിട്ടൊന്ന് പറയുന്നത് ഡിസയറാണ്. ഡിസയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു അണയാത്ത ഒരു തീ, ഒരു ആഗ്രഹം. ഈ ആഗ്രഹം നമ്മളിൽ നിലനിൽക്കണം. ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ ആശയങ്ങളുണ്ടാകും. ഈ ആശയങ്ങൾ തന്നെയാണ് ഈ ആഗ്രഹം എന്ന് പറഞ്ഞാൽ. ഈ ആഗ്രഹങ്ങളെ അണയാൻ ശ്രമിക്കാതെ നമ്മൾ ലക്ഷ്യം കാണുന്നവരെ നമ്മൾ കത്തിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വളർത്തി കഴിഞ്ഞാൽ, നമ്മൾ പരിരക്ഷിച്ച് കഴിഞ്ഞാൽ ഏത് ഒരു ആശയവും നമുക്കത് വിജയത്തിലെത്തിക്കാൻ പറ്റും. അപ്പോൾ ഈ എല്ലാ ആളുകൾക്കും ഉണ്ടായിരുന്ന ഒരു ഗുണം ഡിസയറായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആളുകൾക്കുണ്ടായിരുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ഗുണം ഡിസയറായിരുന്നു.
അതുപോലെ രണ്ടാമത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനോടുള്ള എന്താണ് ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു പ്രതിബദ്ധത, മലയാളത്തിലുള്ള പ്രതിബദ്ധത എന്ന് പറയും. ഇത് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ബിസിനസ്സാണോ ചെയ്യുന്നത് അതിനോടൊരു പ്രതിബദ്ധത നിർബന്ധമാണ്. നമ്മൾ കാര്യങ്ങൾ ആരെയും ഏൽപ്പിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് നമ്മുടെ ആഗ്രഹത്തെ നമ്മൾ എന്ത് ചെയ്യണം, പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഈ കമ്മിറ്റ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. ഞാൻ സമയം കുറവായതുകൊണ്ട് വളരെ വിശദമായിട്ട് ഇതിലേക്ക് കടക്കുന്നില്ല. അതുപോലെ മറ്റൊന്നുള്ളത് ഉത്തരവാദിത്വമാണ്. നേരത്തെ പറഞ്ഞ പോലെ പ്രതിബദ്ധത എന്ന് പറഞ്ഞ പോലെ തന്നെ വളരെ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ആവശ്യമുള്ളൊരു മേഖലയാണിത്. ഓരോ പ്രവൃത്തിക്കും അതിൻ്റേതായ ഒരു അനന്തരഫലം ഉണ്ടാകുമെന്നും അത് നമ്മൾ എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. ഇപ്പം ഒരു ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് സമയത്തുനിന്ന് തീർക്കുക എന്നുള്ളത് അത് നമ്മുടെ ഓരോരുത്തരും ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. അത് ആ കൃത്യസമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയ നഷ്ടങ്ങളുണ്ടാവും. അപ്പോൾ ആ നഷ്ടങ്ങളെ മുൻകൂട്ടി കാണുക, ഒരു ടീമിനെ എന്ത് ചെയ്യും, ടീമിനെ നമ്മൾ നയിക്കുക, ടീമിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ഇതിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഹാർഡ് വർക്ക്. ഈ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന ഹാർഡ് വർക്ക് മാത്രമല്ല, സ്മാർട്ട് വർക്കും അതിൻ്റെ ഭാഗമാണ്. അതായത് ഹാർഡ് വർക്കിനോട് കൂടെ നമ്മൾ ഡിജിറ്റലൈസ് ചെയ്യലും വളരെ പ്രധാനപ്പെട്ടതാണ്. സ്മാർട്ട് വർക്ക് നിർബന്ധമാണ്. എന്തായാലും ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അവർ നന്നായിട്ട് പ്രതിസന്ധികളെ ഫേസ് ചെയ്തുകൊണ്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത ആളുകളാണ്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ അവർ വിജയിച്ചു വന്നവരല്ല. അതുപോലെ മറ്റ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ക്യാരക്ടർ എന്നുള്ളതാണ്. ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയാനുള്ളത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രസ്തുത മോട്ടിവേറ്ററായുള്ള ശിവകാര്യ തന്നെ പറയുന്നത്, എബിലിറ്റി വിൽ ഗോട്ട് യു സക്സസ്, ക്യാരക്ടർ വിൽ കീപ്പ് യു സക്സസ്ഫുൾ. ഇപ്പോൾ വിജയം മാത്രമല്ല, നമ്മൾ ഒരു സക്സസ്ഫുള്ളായ ആളായി മാറ്റണമെങ്കിൽ അത് നമ്മുടെ ക്യാരക്ടറാണ് വേണ്ടത്. കഴിവ് മാത്രം പോരാ, നമ്മുടെ ക്യാരക്ടറാണ്. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ള ആളുകളുള്ള കരുണ, സഹാനുഭൂതി ഉണ്ടായിരിക്കണം, മറ്റുള്ളവരോടുള്ള സ്നേഹം ഉണ്ടായിരിക്കണം, ടീം മെമ്പേഴ്സിനോടുള്ള അവരോട് കാണിക്കുന്ന അവരുടെ ദയ ഉണ്ടായിരിക്കുന്നു. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കസ്റ്റമർ ആണ്. കസ്റ്റമറെ വേണ്ട രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ കാണണം. കസ്റ്റമറാണ് നമ്മൾ ഇപ്പോൾ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. കസ്റ്റമറുടെ ആഗ്രഹങ്ങൾ ആര് മനസ്സിലാക്കുന്നുണ്ടോ അവർക്കത് വിജയിക്കാനാവുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല ക്യാരക്ടർ കൊണ്ട് നടക്കുക എന്ന് വെച്ചാൽ, ഒരു കമ്പനി അല്ലെങ്കിൽ അതിൻ്റെ കമ്പനിയിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരു കാര്യവും വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ ആ വാഗ്ദാനം ജനങ്ങൾക്ക് കൊടുക്കുക. വാഗ്ദാനങ്ങൾ പാലിക്കുന്ന കമ്പനികളെയാണ് എപ്പോഴും കസ്റ്റമർ ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു കാര്യം, നല്ല ഗുണങ്ങൾ എടുത്ത് കാണിക്കുക എന്നുള്ളത്, അത് എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ചെറിയൊരു കളവ് പറയുന്ന കാര്യമായാൽ പോലും, ജസ്റ്റ് ഒരു കളവ് പറയുന്ന കാര്യങ്ങളും അതുപോലും കസ്റ്റമറെ അത് നോവിക്കും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല സ്വഭാവം കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ മറ്റൊന്നുള്ളത് പോസിറ്റീവ് ബിലീവിങ്. അപ്പം ഏറ്റവും നല്ല ഇതിൽ പറയുന്നത്, പോസിറ്റീവ് ബിലീവിങ് ഈസ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് എ കോൺഫിഡൻസ് ദാറ്റ് കം ഫ്രം പ്രിപ്പറേഷൻ. അപ്പോൾ നമ്മുടെ ഏറ്റവും തയ്യാറെടുപ്പ്, അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിനുള്ള പ്ലാനിങ് ഉണ്ടാകുമ്പോഴേ, പ്രിപ്പറേഷൻ ഉണ്ടാകുമ്പോഴേ ഈ കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ ഗിവ് മോർ ദാൻ യു ഗെറ്റ്. നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ എന്ത് ചെയ്യുക, നമ്മൾ നൽകാൻ തയ്യാറാണ്. എല്ലാം നമ്മുടെ ഒരു ബിസിനസ് അല്ലെങ്കിൽ മറ്റുള്ളൊരു ബിസിനസ് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളൊരിക്കലും ബാധിക്കില്ല. നമുക്ക് ഓരോരുത്തർക്കും ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതിൽ നമുക്ക് നമ്മുടേതായ തുടങ്ങാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം ഡ്രിങ്ക്സുകൾ, ഇപ്പം പെപ്സി, കൊക്കക്കോള, അങ്ങനെ എത്ര ഐറ്റം വന്നു കഴിഞ്ഞാൽ ഓരോ ഇതിനും അതിൻ്റെ കസ്റ്റമേഴ്സ് ഉണ്ട്. കസ്റ്റമർ എന്ത് ചെയ്യുന്നു, അവർക്കുള്ള പ്രൊഡക്റ്റ് ക്വാളിറ്റി നിലനിർത്തുകയാണെങ്കിൽ എത്ര എണ്ണം ഉണ്ടായാലും കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ നാടുകളിൽ കടകളിലൊക്കെ ടെക്സ്റ്റൈൽസുകളുണ്ട്, മറ്റെല്ലാ പുസ്തകശാലകളുണ്ട്. പക്ഷേ ഓരോ കട വ്യത്യസ്തമാണ്. അവിടെ കസ്റ്റമർ തീരുമാനിക്കും ആർക്കാണ് കൂടുതൽ നൽകേണ്ടതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നൽകുന്നതിൽ നമ്മൾ പിശുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തുടർച്ചയായി നമ്മളെ പവർ ഓഫ് പെർസിസ്റ്റൻസ്,
നമ്മൾ ഇതിനെ നിലനിർത്താനുള്ള ആ ഒരു സ്ഥിരോത്സാഹത്തോട് നമ്മൾ നിലനിർത്തുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ്. അതുപോലെ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുക, ഏറ്റവും നല്ല പെർഫോമൻസ് നമ്മൾ കസ്റ്റമേഴ്സിന് കാഴ്ചവെക്കുക. ആളുകളുടെ ഇടയിൽ അല്ലെങ്കിൽ മറ്റ് കമ്പനികളുടെ ഇടയിലൊക്കെ നമ്മുടെ ഒരു പ്രസ്റ്റീജ്, നമ്മൾ ഇതിൻ്റെ ഒരു അഭിമാനം, നമ്മുടെ കമ്പനി ഒരു എന്താ പറയുക, ഒരു അഭിമാനം, പ്രൗഡായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരുപാട് കമ്പനികൾ, ഇപ്പോൾ ബ്രാൻഡഡ് കമ്പനികളായുള്ള ആളുകൾ, ഇപ്പോൾ BMW അങ്ങനെയുള്ള കമ്പനികൾ, BMW, ആമസോൺ ഇങ്ങനെയുള്ള കമ്പനികൾക്ക് അവർക്ക് അവരുടേതായുള്ള ചില പോളിസീസ് ഉണ്ട്. ആ പോളിസീസ് നിലനിർത്തിക്കൊണ്ടായിരിക്കണം അവർ ചെയ്യേണ്ടത്. അതുപോലെ ബി വില്ലിങ് ടു ബി എ സ്റ്റുഡൻറ്റ് ഗെറ്റ് എ മെൻറ്റർ. ഒരിക്കലും ഒരാൾ പരിപൂർണമാകുന്നില്ല, അവനെപ്പോഴും സ്റ്റുഡൻ്റാണ്. അപ്പം അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക. എപ്പോഴും നമ്മളൊരു മെൻറ്ററെ സെലക്ട് ചെയ്യുക. പ്രത്യേകിച്ച് ബിസിനസ് തുടങ്ങുന്ന ആളുകൾക്ക് എപ്പോഴും നമുക്ക് ഒരു മെൻറ്ററെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്കൊരു പക്ഷേ വലിയ വലിയ ആളുകളൊന്നും ഇപ്പം കിട്ടില്ല, പക്ഷെ എന്നാലും അവരുടെ പുസ്തകങ്ങൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, അല്ലെങ്കിൽ ഇന്ന് അവരുടെ പുസ്തകങ്ങൾ ഇന്നും ലൈവാണ്. ആ പുസ്തകങ്ങളൊക്കെ വായിച്ച് അവരുടെ അനുഭവങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ബിസിനസ്സിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഏറ്റവും നല്ല മികച്ച ഒരു ബിസിനസ് ആയിട്ട് മാറാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ എൻ്റെ ചെറിയ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഗുഡ് ബൈ.